എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളിന്ന് കാണുന്ന ഈ ലോകം ഇതിന്റെയൊക്കെ തുടക്കം എവിടെയായിരുന്നെന്ന്? അതിന്റെയെല്ലാം വേരുകൾ തേടി നമ്മൾ പോകുന്നത് ആയിരക്കണക്കിനു വർഷങ്ങൾ പിന്നിലേക്കാണ്. 4 കൂറ്റൻ നദികളുടെ തീരത്ത് മനുഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടം നടത്തിയ ആ സുവർണ കാലഘട്ടത്തിലേക്ക്, വെങ്കലയുഗത്തിലേക്ക്. അപ്പോ കേട്ടോളൂ, മെസോപ്പൊട്ടേമിയ, ഈജിപ്റ്റ്, സിന്ധു നദീതടം, പിന്നെ ചൈന. ഈ 4 പേരുകൾ ഇതങ്ങോട്ട് ഓർത്തുവെച്ചോളൂ. കാരണം ആധുനിക മനുഷ്യന്റെ കളിത്തൊട്ടിലുകളെന്ന് പറയുന്നത് ഇവയെല്ലാമാണ്. ഓരോന്നും ലോകത്തിനു നൽകിയത് ശരിക്കും വിലമതിക്കാനാവാത്ത സംഭാവനകളാണ്. നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് പോയി കണ്ടാലോ? റെഡിയല്ലേ? നമ്മുടെ യാത്ര തുടങ്ങുന്നത് തന്നെ മെസോപ്പൊട്ടേമിയയിൽ നിന്നാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നദികൾക്കിടയിലെ നാട്. ടൈഗ്രിസിന്റെയും യൂഫ്രട്ടീസിന്റെയും ഇടയിലുള്ള ആ ഫലവിഷ്ടമായ മണ്ണിലാണ് മനുഷ്യൻ ആദ്യമായിട്ട് നഗരങ്ങൾ പണിതതും വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തതും. ഈ കാണുന്ന പടുകൂറ്റൻ നിർമ്മിതികളൊന്ന് നോക്കിക്കേ. ഇവയാണ് സിഗുറാത്തുകൾ. ഇവ വെറും അമ്പലങ്ങൾ മാത്രമായിരുന്നില്ല കേട്ടോ, ഒരു നഗരത്തിന്റെ ഹൃദയം തന്നെയായിരുന്നത്. ഭരണവും കച്ചവടവും നിയമങ്ങളുമെല്ലാം നിയന്ത്രിച്ചിരുന്നത് ഈ മലപോലെയുള്ള കെട്ടിടങ്ങളിൽ നിന്നായിരുന്നു. കളിമണ്ണിലുള്ള ഈ അടയാളങ്ങൾ കണ്ടില്ലേ? ഇതാണ് ക്യൂണിഫോം. ഇതൊരു വെറും എഴുത്തായിരുന്നില്ല, ഒരു വിപ്ലവം തന്നെയായിരുന്നു. കച്ചവടത്തിന്റെ കണക്കുകൾ, നിയമങ്ങൾ, കഥകൾ എല്ലാം ഇതിൽ രേഖപ്പെടുത്തിവെച്ചു. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ലോകത്തിലെ ആദ്യത്തെ സ്പ്രെഡ്ഷീറ്റ് എന്നൊക്കെ തമാശയ്ക്ക് പറയാം. ഈയൊരു വാചകം ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ഇതൊരു പക്ഷേ ലോകത്തിലെ ഏറ്റവും ഫേമസായ നിയമതത്വമാണ്. ഒരു വലിയ സമൂഹം ഒരുമിച്ച് ജീവിക്കുമ്പോൾ നീതി എങ്ങനെ നടപ്പാക്കണം എന്ന ചോദ്യത്തിന് അവർ കണ്ടെത്തിയ ഒരു ഉത്തരമായിരുന്നു ഇത്. ഇതാണ് ഹമ്മുറാബിയുടെ നിയമസംഹിത. ഏകദേശം 4000 വർഷം മുൻപത്തെ കാര്യമാണിത്. ആദ്യമായിട്ട് നിയമങ്ങളൊക്കെ കല്ലിൽ കൊത്തി എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു സ്ഥലത്ത് വെച്ചു. അതായത് നിയമം എല്ലാവർക്കും ഒന്നുതന്നെയാണെന്ന ആ ഒരു വലിയ ആശയം ലോകത്തിന് കിട്ടിയത് ഇവിടെ നിന്നാണ്. ഓക്കെ, മെസപ്പൊട്ടേമിയയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു അത്ഭുത ലോകത്തേക്കാണ്, ഈജിപ്തിലേക്ക്. നൈൽ നദി ജീവൻ നൽകിയ, മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ ആഴത്തിൽ വിശ്വസിച്ച ആ ഫറവോമാരുടെ സാമ്രാജ്യത്തിലേക്ക്. ഒന്ന് നോക്കിക്കേ, മനുഷ്യൻ നിർമ്മിച്ച മലകൾ എന്നു തന്നെ പറയാം. ദൈവങ്ങളെപ്പോലെ കരുതിയിരുന്ന ഫറവോമാർക്ക് അവരുടെ മരണശേഷമുള്ള യാത്രയ്ക്കായി ഒരുക്കിയ കൂറ്റൻ ശവകുടീരങ്ങളായിരുന്നു ഈ പിരമിഡുകൾ. അതിന്റെ നിർമ്മാണത്തിലെ ആ ഒരു പെർഫെക്ഷനില്ലേ, അതിന്നും എഞ്ചിനീയർമാരെ ഞെട്ടിക്കുന്ന ഒന്നാണ്. ഈജിപ്ഷ്യൻ ജീവിതത്തിന് പ്രധാനമായും 2 മുഖങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നൈൽ നദിയെ ആശ്രയിച്ചുള്ള അവരുടെ ദൈനംദിന ജീവിതം. പിന്നെ അവർക്കേറ്റവും പ്രാധാന്യമുള്ള മറ്റൊന്ന്, മരണാനന്തര ജീവിതം. ഈയൊരൊറ്റ വിശ്വാസമാണ് അവരുടെ കലയെയും ശാസ്ത്രത്തെയും നിർമ്മിതികളെയുമെല്ലാം രൂപപ്പെടുത്തിയത്. അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് സിന്ധു നദീതടത്തിലെ ഹാരപ്പൻ സംസ്കാരമാണ്. പുരാതന ലോകത്തിലെ ഏറ്റവും നിഗൂഢമായ, പക്ഷേ ഏറ്റവും കിടിലനായി പ്ലാൻ ചെയ്ത ഒരു സമൂഹം. മോഹൻജോദാരോയിലേക്ക് സ്വാഗതം. ഈ ഒരു നഗരാസൂത്രണം കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ശരിക്കും ഇന്നത്തെ മോഡേൺ സിറ്റികളെപ്പോലെ കൃത്യം 90 ഡിഗ്രിയിൽ മുറിച്ചുപോകുന്ന റോഡുകൾ, ഓരോ വീട്ടിൽ നിന്നും മലിനജലം കൊണ്ടുപോകാനുള്ള ഡ്രെയിനേജ് സിസ്റ്റം, എല്ലായിടത്തും ഒരേ വലുപ്പത്തിലുള്ള ഇഷ്ടികകൾ. 5000 വർഷം മുമ്പത്തെ കാര്യമാണെന്ന് ഓർക്കണം. ഇതൊരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ്. ഇതാണ് അവിടത്തെ പ്രസിദ്ധമായ മഹാസ്നാനഘട്ടം. ഒരു തുള്ളി വെള്ളം പോലും ചോർന്നു പോകാത്ത രീതിയിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇത് അവരുടെ എഞ്ചിനീയറിംഗ് സ്കില്ലിന്റെ ഒരു ഒന്നൊന്നര തെളിവാണ്. ഒരു പക്ഷേ എന്തെങ്കിലും പ്രത്യേകതരം ആചാരങ്ങൾക്കോ ചടങ്ങുകൾക്കോ ആയിരിക്കാം ഇത് ഉപയോഗിച്ചിരുന്നത്. ഈ വലിയ കെട്ടിടം കണ്ടോ? ഇതൊരു ധാന്യപ്പുരയാണ്. ഇതിന്റെ വലുപ്പം കാണുമ്പം നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഇത്രയും വലിയൊരു നഗരത്തെ തീറ്റിപ്പോറ്റാൻ മാത്രം കെൽപ്പുള്ള, വളരെ ഓർഗനൈസ്ഡായൊരു ഭരണം അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ. നമ്മുടെ ഈ യാത്രയിലെ അവസാന സ്റ്റോപ്പിലേക്ക് കടക്കാം. ഹ്വാങ്ഹോ അഥവാ മഞ്ഞ നദിയുടെ തീരത്ത് വളർന്നുവന്ന പുരാതന ചൈനീസ് സംസ്കാരത്തിലേക്ക്. വെങ്കലമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ടത് ചൈനയിലെ ഷാങ് രാജവംശത്തെയാണ്. മറ്റുള്ളവർ വെങ്കലം ഉപയോഗിച്ചെങ്കിലും ഇതിലൊരു മാസ്റ്ററി നേടിയത് അവരായിരുന്നു. യുദ്ധത്തിനുള്ള ആയുധങ്ങൾ മാത്രമല്ല, പൂർവികരുടെ ആരാധനയ്ക്കായി അതിസങ്കീർണമായ ഡിസൈനുകളുള്ള പാത്രങ്ങളും അവരുണ്ടാക്കി. അവരുടെ കലയും അധികാരവും ഒരുപോലെ ചേർന്നതായിരുന്നു ഈ വെങ്കല നിർമ്മിതികൾ. ഇതുവരെ നമ്മൾ ഈ സംസ്കാരങ്ങളുടെ ഗംഭീരമായ നേട്ടങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. പക്ഷേ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. ഇവർക്കെല്ലാം പിന്നീട് എന്ത് സംഭവിച്ചു? അല്ല, ശരിക്കും ഇത്രയധികം നേട്ടങ്ങൾ കൈവരിച്ച, ഇത്രയും പുരോഗമിച്ച ഈ മഹത്തായ സംസ്കാരങ്ങളൊക്കെ എങ്ങോട്ടാ പോയത്? അവർക്കെന്തുപറ്റി? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവസാന നാളുകളിലേക്ക് ഒന്നു നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തിന്റെ അവസാനം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇന്നും ഒരു വലിയ ചർച്ചാവിഷയമാണ്. പല കാരണങ്ങൾ പറയുന്നുണ്ട്.
ഒരുപക്ഷേ സിന്ധു നദി വഴിമാറി ഒഴുകിയതാവാം, അല്ലെങ്കിൽ കഠിനമായ വരൾച്ച, അതുമല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആക്രമണങ്ങളോ പകർച്ചവ്യാധികളോ. സത്യമെന്താണെന്ന് നമുക്ക് ഉറപ്പില്ല. ഒരുപക്ഷേ ഇതെല്ലാം ഒരുമിച്ച് സംഭവിച്ചതുമാകാം. അപ്പോ ഈ പഴയ കഥകളൊക്കെ കേട്ടിട്ട് എന്തിനാണെന്ന് തോന്നുന്നുണ്ടോ? സത്യത്തിൽ അതിൻ്റെയൊക്കെ പ്രസക്തി നമ്മുടെ എല്ലാം ചുറ്റിലുമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന കാലണ്ടർ, നമ്മൾ ജീവിക്കുന്ന നഗരങ്ങൾ, ഇതിൻ്റെ എല്ലാം ബേസിക് ഐഡിയാസ് വന്നത് ആയിരക്കണക്കിന് വർഷം മുൻപ് ജീവിച്ച ഈ മനുഷ്യരിൽ നിന്നാണ്. അവരുടെ തോളിൽ ചവിട്ടിയാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഇതൊരു ചിന്തിപ്പിക്കുന്ന ചോദ്യമാണ്, അല്ലേ? അവരുടെ ലോകമെന്ന് ചരിത്രത്തിന്റെ ഭാഗം മാത്രമാണ്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഈ കാലഘട്ടത്തെക്കുറിച്ച് ആളുകൾ എന്തു പറയും? ചരിത്രത്തിൽ നമ്മൾ എന്തടയാളമായിരിക്കും ബാക്കി വയ്ക്കുക?